എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ, സ്വീറ്റ് ലവ് എന്ന് പറഞ്ഞ ആന്തൂറിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആന്തൂറിയങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ പൈസ ചെയ്യുന്നുള്ളൂ. കാരണം ഇങ്ങനെ ആന്തൂറിയങ്ങൾ സ്വീറ്റ് ലവ് എനിക്ക് ശരിക്കൊരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് അല്ലേ ഈ ആന്തൂരത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ വിവാഹം എന്ന ആ ഒരു കുദാശ സഫലമായ ദിവസമാണ് ഇന്ന്. മെയ് 25 2003 മെയ് 25 എൻ്റെ മാരേജ്. ഇന്ന് 22 വർഷമായി. അപ്പോൾ അതായിരുന്നു എൻ്റെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇണങ്ങിയും പിണങ്ങിയും എന്ന് പറഞ്ഞാൽ പിണക്കം തന്നെയാണ്, കൂടുതൽ അടി തന്നെയാണ്. അടി എന്ന് പറഞ്ഞാൽ കഴിവിനടിയല്ല പറയുന്നത്, അടി കൂടി വഴക്കൂടാന്നർത്ഥം. വഴക്കൂടി തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഹാപ്പി ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ എൻ്റെ ഇഷ്ടം ഞങ്ങൾക്ക് കൂടുതൽ ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നു. എൻ്റെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ ഇഷ്ടത്തിന് പ്രാമുഖ്യമില്ല. അവരെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഒരു 45 ഏജായി എനിക്ക്. ഇനി ഞാൻ എന്നാണ് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം അല്ലേ, മക്കൾക്കും ഭർത്താവിനും വേണ്ടി നമുക്ക് കൂടി ജീവിക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നൊരു 4 വർഷമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പറഞ്ഞല്ല ഈ ചെടികൾ തന്നെ, ഈ ചെടി തന്നെയാണ് എൻ്റെ ഹാപ്പി വിത്ത് സിനീസ് ലൈഫ് എൻ്റെ ചാനലിൻ്റെ പേര് ഹാപ്പിയാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ ഞാൻ ഒട്ടും വിചാരിച്ചതല്ല മാരേജ് എന്ന് പറഞ്ഞ ഒരു സംഭവം. കാരണം ഞാൻ കല്യാണിക്ക് ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു. എനിക്ക് ജോലിക്ക് പോയിട്ട് എൻ്റെ അമ്മേനെ നോക്കണം എന്നൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് വെച്ച വിധി മറ്റൊന്നായിരുന്നു. പക്ഷേ ഈ വിധിയിൽ കുറേ നാൾ ഞാൻ അൺഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 9 വർഷമായിട്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പിന്നെ ദുഃഖങ്ങൾ മാറി വരും. ഇതെൻ്റെ കുറച്ചൊരു പിക്കാണ് കളിയാക്കുന്ന ഫോട്ടോ. അന്ന് കുരിയച്ചിറ പള്ളിയിൽ, തൃശ്ശൂർ കുരിയച്ചിറ എന്ന സ്ഥലത്ത്, അവിടെയാണ് എൻ്റെ വീടായിരുന്നത്. അവിടെ പള്ളിയിൽ എൻ്റെ ഭർത്താവിൻ്റെയും പ്രവീൺസ് എന്ന പേര് കല്യാണം കഴിഞ്ഞു. ഇതാണ് എൻ്റെ വിവാഹ ഫോട്ടോ. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. എല്ലാവരും വിഷ് ചെയ്യുക. താങ്ക് യു. 10th അനൗൺസ് ചെയ്യൂ കേട്ടോ ഗിവ് വിന്നേഴ്സിനെ.